ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോയിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ചേർത്തല മാടയ്ക്കലുള്ള അഗ്രി പോയിന്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും തീർത്ത് കാണണം, ഇത് ഷെയർ ചെയ്യണം. ഒരുപാട് അഗ്രി പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അഗ്രികൾച്ചറിനെ പ്രൊമോട്ട് ചെയ്യുകയും അതുപോലെ തന്നെ നമുക്ക് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. വേസ്റ്റിനെ വളമാക്കി അല്ലെങ്കിൽ പ്രകൃതിക്ക് ദോഷമില്ലാതെ വലിച്ചെറിയാതെ മറ്റുള്ളവർക്ക് യാതൊരു ശല്യം ഉണ്ടാക്കാതെ ചെയ്യാവുന്ന ഒരു സംവിധാനമാണ് ഞങ്ങളിവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഈ കമ്പനി എന്ന് പറയുന്നത് മെയിനായിട്ട് സ്കൂൾ ഓഫ് വേസ്റ്റ് മാനേജ്മെന്റ് ആണ്. അതിപ്പം കേരളത്തിൽ മറ്റെങ്ങും ഇല്ലാത്തൊരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ വരുന്നവർക്ക് കച്ചവടത്തിന് പുറമെ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് വരുന്നവർക്ക് ജൈവമാലിന്യം സംസ്കരണം അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക, അതിനെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുക. അതാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതിൽ നമ്മൾ മെയിനായിട്ട് ഉണ്ടാക്കുന്ന 2 പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇത് രണ്ടുമാണ്. ഒന്ന് ഈസി കമ്പോസ്റ്ററും ഒന്ന് സ്ലഡ്ജ് ഡൈജസ്റ്ററും. നമ്മുടെ ഈസി കമ്പോസ്റ്ററിന്റെ സ്ലഡ്ജ് ഡൈജസ്റ്ററിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ശരിക്കും വീടുകളിലുള്ള ഉപയോഗം എന്താ ഇതിന്റെ? വീടുകൾ എന്ന് പറയുമ്പോഴത്തേക്കും ഈസി കമ്പോസ്റ്റർ വന്നിട്ട് നമ്മൾ ഫുഡ് വേസ്റ്റ് ഒക്കെ കമ്പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈസി കമ്പോസ്റ്റർ. സ്ലഡ്ജ് ഡൈജസ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഡ്രെയിനേജ് ടാങ്ക്സിൽ ഇപ്പൊ ബോർമ അല്ലെങ്കിൽ കേക്ക് നിർമ്മാണത്തിന് റെസ്റ്റോറന്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പം വീടുകളിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പാചകം ചെയ്യുമ്പോഴത്തേക്കും അതിൽ നിന്ന് ഒരുപാട് ഓയിലി ഗ്രീസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഒക്കെ നമ്മൾ പാത്രം കഴുകുമ്പോഴത്തേക്കും ഈ ഡ്രെയിനേജ് ടാങ്കിലേക്ക് എത്താറുണ്ട്. അത് ഈ അടിഞ്ഞു കൂടിയിട്ട് ബ്ലോക്കേജ് ഉണ്ടാകുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ സാധാരണ ചെയ്യാറ് വന്നിട്ട് ഈ സ്ലഡ്ജ് കോരിക്കൊണ്ട് പോകുന്ന ആളെ വിളിച്ചു വരുത്തിയിട്ട് അങ്ങനെ എടുത്തുകൊണ്ട് മാറ്റുക ചെയ്യുന്നത്. അതിന് ഒരുപാട് രൂപയൊക്കെ ആവത്തില്ലേ. ഇതങ്ങനെയല്ല. ഇത് നമ്മൾ പൊട്ടിച്ചിട്ട് ഇതിൽ നിന്ന് ഒരു 2 സ്പൂണ് കലക്കി വെള്ളത്തിൽ കലക്കിയിട്ട് സിങ്കിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക. പാത്രം കഴുകുന്ന സിങ്കിൽ തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും. ബ്ലോക്ക് ആകത്തില്ല. ബ്ലോക്ക് ആകുന്നില്ല എന്ന് മാത്രമല്ല, സ്മെല്ലും ഉണ്ടാകത്തില്ല. ഈ ഉണ്ടാകുന്ന ആ ഓയിലി ഗ്രീസ് ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ വന്നിട്ട് ഇത് വെള്ളമാക്കി മാറ്റുക ചെയ്യുന്നത്. അത് പിന്നെ നമുക്ക് ഈ കൃഷിക്കായാലും ഈ ചെടികൾക്ക് നനയ്ക്കാനായാലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഫുഡ് വേസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അതിൽ എല്ലാം ഇൻക്ലൂഡ് ചെയ്യാം. എന്നുവെച്ചാൽ മുട്ട, മീന്, ഇറച്ചി എല്ലാം ഇൻക്ലൂഡ് ചെയ്യാം. ഇപ്പം ചിലരൊക്കെ പറയും നാരങ്ങ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ മുട്ടയുടെ തോട് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ഇതിലങ്ങനെയൊന്നുമില്ല. ഇതിൽ എല്ലാ സബ്സ്റ്റൻസും നമുക്ക് യൂസ് ചെയ്യാം. ഉപയോഗിക്കാൻ പാടില്ലാത്തതായിട്ട് റബ്ബർ, ബോട്ടില്, പ്ലാസ്റ്റിക് ഇതൊഴികെ ബാക്കി എല്ലാം നമുക്ക് ഈ ഡിഗ്രേഡ് ആകുന്ന എല്ലാ പ്രോഡക്ട്സും നമുക്ക് ഇതിൽ ഇട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതാണ് ബയോബിൻ. നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന ബയോബിൻ ആണ് ഇത്. നമ്മൾ കമ്പനി വക നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കിയ ബയോബിൻ ആണ് ഇത്. നമ്മൾ പഞ്ചായത്തിൽ നിന്നൊക്കെ കിട്ടുന്നത്. ഇതാണ് മിക്ക വീടുകളിലും നമ്മൾ കാണാറുള്ളത്. ഈ പച്ച കളറിൽ ഇതാണ് പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്നത്. ഇതിൽ നമ്മൾ ആൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോ നമ്മൾ ഡെയിലി വരുന്ന വേസ്റ്റിനൊക്കെ ഇട്ടിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇതിലെങ്ങനെയാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതൊരു 2 ഇഞ്ച് കനത്തിന് ആദ്യം ഇനോക്കുല കൾച്ചർ കോക്കോപീറ്റിൽ മിക്സ് ചെയ്ത ഇനോക്കുല ആദ്യം നമ്മളൊരു 2 ഇഞ്ച് തിക്നെസ്സിൽ ഇട്ട് കൊടുക്കും. അതിന്റെ പുറത്തേക്കാണ് നമ്മൾ ഡെയിലി വരുന്ന വേസ്റ്റ്. ഇപ്പൊ ഇന്നത്തെ വേസ്റ്റ് ഒക്കെ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ട് രാത്രി കിടക്കുന്നതിന് മുന്നേ ഇതിന്റെ പുറത്തേക്കൊന്നും ഇട്ട് കൊടുക്കുക. ഈർപ്പം ഉണ്ടാകാൻ പാടില്ല, വെള്ളത്തിന്റെ അംശം ഒന്നും ഉണ്ടാകാൻ പാടില്ല. പകരം വേസ്റ്റ് മാത്രം എന്നുവെച്ചാൽ ഈ പച്ചക്കറികളുടെ വേസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാത്രമേ നമ്മൾ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് അതിന്റെ പുറത്ത് ഇത് കവർ ചെയ്യുന്ന രീതിക്ക് ഇനോക്കുല ഇട്ട് കൊടുക്കുക. ആദ്യം ഒരു 2 ഇഞ്ച് കനത്തിൽ ഇട്ടിട്ട് പിന്നെ വേസ്റ്റ് ഇട്ട് കഴിഞ്ഞ് ഇട്ട് കൊടുക്കണം. അതെ, അത് ജസ്റ്റ് ആ വേസ്റ്റ് ഇട്ട് കൊടുക്കുന്ന വേസ്റ്റ് ഒന്ന് കവർ ചെയ്യുന്ന രീതിക്ക് മാത്രം മതി. പിന്നെ ഈ 2 ഇഞ്ച് തിക്നെസ്സിൽ തന്നെ വേണമെന്നൊന്നുമില്ല. ആദ്യത്തെ പ്രാവശ്യം മാത്രം ഇട്ട് കൊടുക്കുന്ന എന്താന്ന് വെച്ചാൽ ഈ മേളില് വേസ്റ്റ് ഇടുമ്പോഴത്തേക്കും ഇത് ചിലപ്പോ മേളിൽ ഇട്ട് കൊടുക്കുന്ന ഇനോക്കുലത്തിലെ അളവിന്റെ കുറവ് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ലീച്ചിട്ടൊക്കെ താഴേക്ക് വരത്തില്ലേ. അപ്പം അതിനെ അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു കുറച്ച് ഉണ്ടാകണമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഒരു 2 ഇഞ്ച് തിക്നെസ്സിൽ ഇട്ട് കൊടുക്കുന്നത്. ഇത് വന്നിട്ട് ഇപ്പൊ 35 ലിറ്ററിന്റെ ആണ്. അപ്പൊ 35 ലിറ്ററിൽ കൊള്ളാവുന്ന രീതിക്കുള്ള നമുക്ക് വേസ്റ്റ് ഇട്ട് കൊടുക്കാം. വേസ്റ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിനങ്ങ് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ഇതിനെ താഴേക്ക് വെച്ചിട്ട് മുകളിൽ തന്നെ എടുത്ത് വെച്ചാൽ അതിനെ നമുക്ക് വീണ്ടും യൂസ് ചെയ്യാം. പിന്നെ ഇതിനെ ഒരു 30 ദിവസം മാറ്റി വെക്കണം. അപ്പോഴേക്കും ഈ ബില്ല് നിറയും. അതിനാണ് നമ്മൾ 2 ബിന്ന് കൊടുത്തേക്കുന്നത്. ഈ ഒരു ബിന്നിനെ കമ്പോസ്റ്റ് ചെയ്യാൻ പ്രോസസ് ചെയ്യാനുള്ള ഒരു സമയം കൊടുക്കുന്ന ആ സമയത്ത് നമ്മൾ ഈ ബിന്ന് യൂസ് ചെയ്യുക. 30 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കമ്പോസ്റ്റ് ആയിട്ട് കിട്ടും. ആദ്യമായിട്ട് ഈ സ്കൂൾ ഓഫ് വേസ്റ്റ് മാനേജ്മെന്റ് എന്നൊരു സംഭവം ചെയ്തിരിക്കുന്നത് ഞങ്ങളാണ്. ഇന്ത്യയിൽ ആദ്യത്തെയാണ് ഈ വേസ്റ്റ് മാനേജ്മെന്റിനെ പറ്റി പഠിപ്പിക്കുന്ന ഒരു സ്കൂള്. ഇത് കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള
ഒത്തിരി ആളുകൾ, കുടുംബശ്രീ ആയാലും അതുപോലെ തന്നെ ഹരിതകർമ്മസേന ആയാലും അവരൊക്കെ തന്നെ ഇവിടെ ക്ലാസ്സിന് വരുന്നുണ്ട്. അതിനകത്ത് നമ്മൾ വേസ്റ്റ് വീട്ടിലെ വേസ്റ്റ് ചെയ്യുന്ന ആദ്യം പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ നമുക്ക് രണ്ടാമതുള്ളത് നമുക്ക് ഏറ്റവും കൂടുതൽ വേസ്റ്റ് വരുന്നത് നമ്മുടെ വീടുകളിലൊക്കെ വാഷ് ചെയ്യുന്ന എല്ലാ വീടുകളും ഉണ്ട്. വീട്ടിലൊക്കെ വാഷ് ചെയ്തിട്ട് ഈ വീടിന്റെ പുറത്തേക്ക് വെള്ളം ഒഴുക്കി വിടും. ഇത് നമ്മുടെ വീടിന്റെ അല്ലെങ്കിൽ ഹോട്ടലിൽ നിന്നും പുറകിലേക്ക് നമുക്ക് ചെല്ലാൻ പറ്റില്ല. നമ്മൾ ഫ്രണ്ടിൽ കാണുന്ന നല്ല ഭംഗിയുള്ള ഹോട്ടലിന്റെ പുറകിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ മുഴുവൻ ഭയങ്കര മണമായിട്ട് നാറിയിട്ടൊന്നും ഇരിക്കാൻ പറ്റാത്ത. നമ്മുടെ ഈ പ്രോഡക്റ്റ് വളരെ നിസ്സാരമായിട്ട് അതിന് ഒരു പരിഹാരമാണ് നമ്മൾ ഇവിടെ ചെയ്തത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു 2 സ്പൂൺ ഈ പൗഡർ എടുത്തിട്ട് എല്ലാ ദിവസവും വൈകുന്നേരം നമ്മൾ വാഷിംഗ് ട്രേയിൽ ഒന്ന് വിതറിയിടുക. അതൊന്ന് വാഷ് ചെയ്ത് ഉപയോഗം കഴിഞ്ഞതിന് ശേഷം വാഷിംഗ് ട്രേയിൽ ഒന്ന് വിതറിയിടുക. എന്നിട്ട് നമ്മൾ പിറ്റേ ദിവസം ഈസി ആയിട്ട് നോർമൽ വാഷ് ചെയ്യുക. അതുപോലെ തന്നെ വെള്ളം ഒരുപാട് മണമൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അവിടെ നമ്മളൊരു 100-200 ഗ്രാം ഒന്ന് പൊട്ടിച്ച് ഈ പൗഡർ വിതറുക. ഇത്രയും ചെയ്താൽ മതി. ഒരു 3-4 ദിവസം കൊണ്ട് തന്നെ അവിടുത്തെ മണം കുറയും. അത് മാത്രമല്ല, പിന്നെ നിങ്ങൾക്ക് ഉപയോഗിച്ചോണ്ടിരിക്കാൻ ഒരിക്കലും നിങ്ങളുടെ പറവിൽ യാതൊരുവിധ മണം ഉണ്ടാവത്തില്ല. വൻകിട ഹോട്ടൽ, വലിയ ഹോട്ടലുകൾ, ശരിക്കും പറഞ്ഞാൽ 10-15 ഹോട്ടൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അവിടെ അവർ 5000 ലിറ്റർ ടാങ്കിലൊക്കെ ഇങ്ങനെ കീല് പോലെ കട്ട പിടിച്ച് കിടന്ന സാധനം നമ്മളിത് വെറും ഈ വേസ്റ്റ് വെള്ളം വന്നു കഴിഞ്ഞാൽ 2-3 ദിവസം കഴിയുമ്പോഴത്തേക്കും അതിങ്ങനെ സ്ലഡ്ജ് കട്ട പിടിക്കും. ഈ കട്ട പിടിച്ചാൽ നാറിയിട്ട് അടുത്തേക്ക് ചെല്ലാൻ പറ്റില്ല, ഭയങ്കര മണമായിരിക്കും. ഒന്നും ചെയ്യാനില്ല. അങ്ങനെയുള്ളവർക്കും വളരെ ഈസി ആയിട്ട് ഇത് 2 കിലോ ആദ്യം അതിലേക്ക് പൊട്ടിച്ചിടണം. ഒരു 5000 ലിറ്റർ 2 കിലോ പൊട്ടിച്ചിടണം. അതിനുശേഷം ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ എല്ലാ ദിവസവും ഒരു 2 സ്പൂൺ വെച്ച് ഈ ഇതിനകത്ത് വിട്ട് കഴിഞ്ഞാൽ ആ സാധനം ഒരാഴ്ച കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് പരിഹരിച്ച് അത് നല്ല ജലമായിട്ട് അത് നമുക്ക് ഈസി ആയിട്ട് കൃഷിക്ക് ഉപയോഗിക്കാവുന്ന വെള്ളമായിട്ട് മാറാൻ പറ്റും. ഒരു സ്പൂൺ ഇട്ടാൽ മതി ദിവസവും. വളരെ നിസ്സാരമായ മുടക്ക് നമുക്ക് ഈ പറഞ്ഞ നമ്മുടെ ഈ വീടുകളിൽ തന്നെ ടാങ്ക് ഉണ്ടെങ്കിൽ ടാങ്കിലൊക്കെ ഭയങ്കര മണമായിരിക്കും. അതിനകത്തേക്ക് ചെന്നാൽ പോലും അല്ലെങ്കിൽ അതിൽ ട്യൂബൊക്കെ അടഞ്ഞിരിക്കുകയായിരിക്കും. ആ ട്യൂബ് അടയുന്ന പ്രശ്നങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് മാറി കിട്ടും. അത് മാത്രം ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്ന് ജൈവമാണ്, ഓർഗാനിക് ആണ്, യാതൊരു കെമിക്കലും ഇല്ല, യാതൊരു കൈക്കോ മറ്റുക ഒന്നും യാതൊരുവിധ റിയാക്ഷൻ ഉണ്ടാക്കത്തില്ല. പ്രകൃതിയിൽ നിന്ന് എടുത്ത ബാക്ടീരിയ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇത് CIS, ഈ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി അപ്രൂവ് ചെയ്ത പ്രോഡക്റ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്കിത് ആൾക്കാർക്ക് കൊടുക്കുകയും ചെയ്യാം. വീട്ടിൽ ആഹാരം വെക്കുന്നവർക്ക് എല്ലാവർക്കും ഈ പ്രശ്നങ്ങളുണ്ട്. കാരണം ആഹാരത്തിന് വേസ്റ്റ് ഇല്ലാതിരിക്കില്ല. ഈ വേസ്റ്റ് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഒരുവിധ വലിയ മെക്കാനിസം ഒന്നുമില്ല. അത് വലിയ ഇത് കറ്റാനത്തുള്ള ഒരു ഹോട്ടലിലെ വലിയ ടാങ്കിൽ അവർക്ക് മണമായിട്ട് പ്രദേശം നിൽക്കാൻ വയ്യായിരുന്നു. കട്ട പിടിച്ച് കിടന്ന സാധനമാണ്. അവിടെ നമ്മൾ ഇത് ഉപയോഗിച്ചതിന് ശേഷം ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഉണ്ടായ റിസൾട്ടാണ് ഇതുപോലെ വെള്ളം മാറി കിട്ടി. ഈ വെള്ളം നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ പറമ്പിൽ കൃഷി ഉപയോഗിക്കും. ഒരു മണങ്ങളോ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ ആദ്യം കണ്ടത് വീടുകളിൽ ചെയ്യുന്ന ചെറിയ ബിന്നി ചെയ്യുന്നതാണ്. ഇനി നമുക്ക് കൂടുതലായിട്ട് ഒരു ദിവസം 300 കിലോ 400 കിലോ ഉള്ള ഇതുണ്ടോ, ഇതിപ്പോ നമ്മൾ കടയിൽ പച്ചക്കറി വേസ്റ്റാ. ഇതുണ്ടോ, ഈ വേസ്റ്റ് ഇന്നലെ വന്ന വേസ്റ്റ് ആണ് ഈ കാണുന്നത്. ഇന്നലെ വന്ന വേസ്റ്റ് നമ്മൾ ഇത് നിരത്തി ഇടുക, അതിന്റെ മുകളിൽ നമ്മൾ ഇന്നോക്കുലം ഇട്ട് കൊടുക്കുക. വേറെ ഒരു പ്രോസസ്സും വേണ്ട. ഈ സാധനം ഓരോ ദിവസം വരുമ്പോൾ ഇന്നത്തെ ഈ സാധനം ഇതിന്റെ മുകളിലിടാം. നമുക്കൊരു 3 അടി തിക്കൻസ് വരെ ഇട്ട് പോവാം. അപ്പൊ ഇത്രയും സാധനം നമുക്ക് അങ്ങ് ഇട്ട് പോവാം. ഇട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാലും ഇത് കണ്ടോ, ഇതൊരു 30 ദിവസം കഴിയുമ്പോഴത്തേക്കും ആയ സംഭവമാണ് ഈ കാണുന്നത്. ഇത് 30 ദിവസമായ സംഭവമാണ് കാണുന്നത്. കണ്ടോ, ഇനി നമുക്ക് ഇത് ഇങ്ങനെ ഇടാനുള്ള സ്ഥലം ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ബിന്ന് ഹോട്ടലിന്റെ മൂലൊക്കെ വെച്ചാൽ മതി. അവർക്ക് ആവശ്യമുള്ളത് 1000 ലിറ്റർ വരെ കൊളുസുമായിട്ട് ഒരു 1-2 ബിന്ന് ഉണ്ടെങ്കിൽ അവർക്ക് ഹോട്ടലിലെ കാര്യങ്ങൾ പോകും. ഇതും ഇതുപോലെ 30 ദിവസം കഴിഞ്ഞ സാധനമാണ്. ഇതുപോലെ തന്നെ ഇത്ര ആയിക്കഴിഞ്ഞു. നമ്മളിന്ന് വേറെ ഒന്നും മെക്കാനിസം കൊടുത്തിട്ടില്ല. നമ്മൾ ആ ഇന്നോക്കുലം മാത്രം കൊടുത്തിട്ടാണ് ഇങ്ങനെ ആയിരിക്കുന്നത്. ഇത് നല്ല ഒറിജിനൽ ജൈവമാണ്. കാരണം നമുക്ക് എല്ലാ ഫോസ്ഫറസും പൊട്ടാസ്യം നമ്മുടെ 1000ന്റെയും ഇത് അവൈലബിൾ ആണ്. നമുക്ക് നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് വെയിലത്ത് വെച്ചാൽ അതൊന്നും പൊട്ടിപ്പോകുന്നില്ല. നമുക്ക് ചെയ്യാം. ഒരു പുറത്തേക്ക് ഹോട്ടലിലാണെങ്കിൽ വളരെ കുറച്ച് ഇത്രയും 2 സാധനം വെക്കാനാണെങ്കിൽ ഒരു മീഡിയം ഹോട്ടലിനൊക്കെയാണ് ഇതുപോലെ 2 മാത്രം മതി. അവർക്ക് ഈ വേസ്റ്റ് പുറത്തേക്ക് പോകില്ല. ഇനി അത് മാത്രമല്ല, ഇതെല്ലാം ശുചിത്വ മിഷന്റെ അപ്രൂവൽ ഉള്ള സാധനമാണ്. നമ്മുടെ ചന്ദ്രയിലുള്ള പ്രീമിയർ എന്ന് പറഞ്ഞ ചെമ്മീൻ കമ്പനിയിലെ വേസ്റ്റാണ്. ആ ചെമ്മീനെ വെറുതെ ഇന്നോക്കുലം മാത്രം ഉപയോഗിച്ച് വളമാക്കിയ സാധനമാണ്. നമ്മൾ ഇന്നോക്കുലം ഉണ്ടാക്കിയെടുക്കുന്നതിന്റെ ആദ്യത്തെ ഘട്ടമാണിത്. നമ്മളെ ചകിരിച്ചോറ് നമ്മൾ നിരത്തിയിടും. ഈ നിരത്തിയിട്ടതിന് ശേഷം നമ്മുടെ 1/2 കിലോ ഈസി കമ്പോസ്റ്റർ ഉണ്ടെങ്കിൽ നമുക്ക് 50 കിലോ ഇന്നോക്കുലം ഉണ്ടാക്കിയെടുക്കാം. ഇതാണ് ചകിരിച്ചോറാണ്. ഈ ചകിരിച്ചോറിലേക്ക് നമ്മൾ ഇത് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കും. ഇത് വെച്ച് കണ്ടോ, ഇതെല്ലാം വെറുതെ കണ്ടോ, ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കും. ഇത് നമ്മൾ കൂടുതലായിട്ട് ഉത്പാദിപ്പിക്കുമ്പോൾ മാത്രം ഇത്രയും മതി. നമ്മുടെ വീട്ടിലേക്ക് ആണെങ്കിൽ നമ്മൾ ഒരു 100 ഗ്രാം എടുത്ത് ഒരു 10 കിലോ ചകിരിച്ചോറിൽ മിക്സ് ചെയ്ത് നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും.
ചേർത്തല മാടയ്ക്കലുള്ള പ്രൊഡക്ഷൻ യൂണിറ്റിൽ വന്ന് നമുക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റുകൾ വാങ്ങിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ എവിടെയും നമുക്ക് കൊറിയർ സർവീസ് ഉണ്ട്. അപ്പോൾ ഇവരുടെ പ്രോഡക്റ്റുകൾ വേണ്ടവർക്ക് അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ തീർച്ചയായും മുഴുവനായി കാണുക, ഷെയർ ചെയ്യുക. ഒരുപാട് പേർക്ക് ഇത് പ്രയോജനപ്പെടും.